എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കണം, പല ജോബ് റോൾസിലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം, നല്ല ജോബ് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യണം, പബ്ലിക്കായിട്ട് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം, 4 ആൾക്കാർ കൂടുന്നിടത്ത് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം സ്കൂളിൽ ഒരു പ്രസംഗ മത്സരത്തിന് ചേർന്നു. നിങ്ങളുടെ ഭാവനയിലെ നല്ല അധ്യാപകൻ എന്നതായിരുന്നു വിഷയം. നമുക്കൊരു 10 മിനിറ്റ്സ് മുമ്പാണ് ആ ടോപ്പിക്ക് തരുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ഞാൻ വലിയ ധൈര്യത്തിലൊക്കെ പേര് കൊടുത്തു. എന്നെ വിളിച്ചു. ഞാൻ പ്രിപ്പയർ ചെയ്തു. വിളിച്ചപ്പം തൊട്ട് എൻ്റെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ഞാൻ ആ പാനലിന് മുമ്പിൽ ചെന്നു. ആ പാനലുണ്ടായി എൻ്റെ ഒരു അങ്കിളും ഉണ്ട്, ഞങ്ങളുടെ ചർച്ചിലെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലോക്കൽ സ്കൂളായിരുന്നു. അവിടെ ചെന്ന് നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങി, കണ്ണിൽ കൂടി ഇരുട്ട് കയറുകയാണ്. ഞാൻ പഠിച്ചതുമില്ല, എൻ്റെ മനസ്സ് കരുതിയതൊന്നും എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയോ ഞാൻ പറഞ്ഞൊപ്പിച്ച് ഞാൻ മടങ്ങി വന്നപ്പോഴും എന്നോട് എൻ്റെ അങ്കിള് ചോദിച്ചു, കുഞ്ഞെ നീ എത്ര മിനിറ്റ് സംസാരിച്ചു? 5 മിനിറ്റ് സംസാരിക്കുന്നിടത്ത് ഞാൻ 2 മിനിറ്റ് സംസാരിച്ചപ്പെടുത്ത പിന്നെ എനിക്കൊന്നും പറയാനില്ല, എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. കാരണം അത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു, അങ്ങനെ പബ്ലിക്കായിട്ട് പോയി നമ്മൾ സംസാരിക്കുക എന്നത്. ബട്ട് അതിൽ ഞാൻ സക്സസ് ആയില്ലെങ്കിലും പിന്നീട് ഇങ്ങോട്ട് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജോബ് ഇൻ്റർവ്യൂലൊക്കെ നമ്മൾ പോയിരിക്കും, നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, നല്ല പേ സ്കെയിലുള്ള നല്ല ജോലിയൊക്കെ കിട്ടണം. എന്നാൽ ആ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാം? ഹൗ ടു ബിൽഡ് അവർ കോൺഫിഡൻസ്? അതുമൂലം നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ? കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് അതൊരു ഫീലിംഗ് ആണ് എന്ന്. എന്നാൽ ശരിക്കും കോൺഫിഡൻസ് ഒരു ഫീലിംഗ് ആണ്? ഒരിക്കലും അല്ല. കോൺഫിഡൻസ് ഈസ് നോട്ട് എ ഫീലിംഗ്, ഇറ്റ്സ് എബണ്ടഡ് ഇൻ ആക്ഷൻ. അത് ഒരു സ്കില്ല, അതൊരു ആക്ഷൻ ആണ്. അത് ഡേ ബൈ ഡേ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സ്കില്ലാണ് കോൺഫിഡൻസ്. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും സ്ലോലി നമ്മൾ ബിൽഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡിൽ നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ പറയും, എന്നെക്കൊണ്ട് പറ്റുകയില്ല, എനിക്കതിന് കഴിയുകയില്ല, എനിക്ക് ധൈര്യമില്ല, എനിക്കിതൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞ് സെൽഫ് ടോക്ക് ചെയ്യും. അവിടെ കൊണ്ട് തീരുകയാണ്. എന്നാൽ അല്ല, എന്നെക്കൊണ്ട് കഴിയും, ഞാനന്ന് ശ്രമിക്കും. ശരിക്കും പറഞ്ഞ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ വില്ലിങ്നെസ് ടു ട്രൈ. നമ്മൾ ട്രൈ ചെയ്യുക, ഒന്ന് റെഡി ആകുക. ട്രൈ ചെയ്താലല്ലേ നമ്മൾ സക്സസ് ആകുമോ നമ്മൾ ഫെയിൽ ആകുമോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മൾ ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഒന്നും നമ്മൾ സക്സസ് ആകും, അല്ലെങ്കിൽ നമ്മൾ ഫെയിലർ ആകും. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം പഠിക്കും. നമ്മൾ ഫെയിൽ ആകുവാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഫെയിൽ ആയെന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ലേണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സക്സസ് ആകുവാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ സക്സസ് ആയതെന്ന് നമുക്ക് തിരിച്ച് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. അതേസമയം നമ്മൾ ട്രൈ ചെയ്യാതെ നമ്മുടെ ആ കംഫോർട്ട് സോണിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലേണിംഗ് കിട്ടുമോ? ഒരിക്കലുമില്ല. ഇന്ന് നമ്മൾ ഈ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നല്ല സക്സസ് ആയിട്ട് നിൽക്കുന്ന പല പബ്ലിക് സ്പീക്കേഴ്സും അല്ലെ ഉന്നതയിൽ നിൽക്കുന്ന പല ആൾക്കാരും അവരൊക്കെ തുടങ്ങിയത് 0-ൽ നിന്നാണ്. അവരാരും എക്സ്ട്രാ ഓർഡിനറി അല്ല. എന്നാൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാ. ഫെയിലറും അവരെ ബാധിക്കുന്നതേ ഇല്ല. അവർ ഒരു പ്രാവശ്യം ഫെയിൽ ആകുമ്പോൾ അവർ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അടുത്ത പ്രാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവർ ശ്രമിക്കും. അതാ നമുക്ക് വേണ്ടത്. നമ്മളൊന്ന് റെഡി ആകുക. ഒരു ട്രൈ നമ്മളൊന്ന് ചെയ്യാൻ തയ്യാറാണോ? നമ്മൾ പഠിക്കുമെന്നേ, നമ്മൾ വളരും. എന്നാൽ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഞാൻ ഫെയിൽ ആയാൽ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? ഇത് നമ്മളുടെ ജീവിതം, നമ്മുടെ മാത്രം ജീവിതമാണ്. നമുക്കാണ് സക്സസ് ആകേണ്ടത്, നമുക്കാണ് മുമ്പോട്ട് പോകേണ്ടത്. നമ്മൾ സക്സസ് ആയി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലോകത്തെ, നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. നമുക്കൊരു നല്ല ജോലി വേണം. തീർച്ചയായിട്ടും നമ്മളൊരു നല്ല ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇന്റർവ്യൂ പാസ്സാകാൻ പറ്റൂ. മറ്റുള്ള ഇൻസ്പയർ ചെയ്യണം, നല്ലൊരു ഇൻഫ്ലുവൻസർ ആകണം. അവിടേക്ക് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. നമ്മൾ അതിനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനോട് നമ്മൾ തയ്യാറാകാൻ പറയുക. ഒരു റെഡിനെസ്, ഒരു വില്ലിങ്നെസ് നമുക്കുണ്ടായിരിക്കണം. അതിന് ആദ്യം എടുക്കേണ്ട ഒരു ആക്ഷനാണ്.
നമ്മുടെ ബ്രെയിന് ഉണ്ട് ഒരു 5 seconds റൂൾ ഉണ്ട്. 5, 4, 3, 2, 1 ആക്ട്. നമ്മൾ തുടങ്ങുക. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കറേജ് വരും, നമ്മുടെ ബ്രെയിൻ്റെ കോർട്ടെക്സ് ഒന്ന് സ്റ്റിമുലേറ്റ് ആകും, നമ്മൾ ചെയ്ത് തുടങ്ങും. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സക്സസ് ആകുകയോ ഫെയിൽ ആകുകയോ അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യണ്ട. ഫെയിൽ ആയിട്ടെന്ന് ഇരിക്കട്ടെ, നമ്മുടെ ദിവസം കഴിഞ്ഞു പോയിട്ടില്ലല്ലോ, എൻഡ് ഓഫ് ദ ഡേ അല്ലല്ലോ, വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. പക്ഷെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടില്ലേ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് ഈസി ആകുമെന്ന്. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ആദ്യമായിട്ടൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം ഞാനിത് കൊടുത്താൽ അത് ശരിയായിട്ടായിരിക്കുമോ കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ സീനിയേഴ്സ് ഉണ്ട്, അവരുടെ സൂപ്പർവിഷനിൽ മാത്രമാണ് ഞാനത് കൊടുക്കുന്നത്. എന്നാൽ അന്നതെനിക്ക് ഭാരമായെങ്കിൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഞാൻ ഏറ്റവും നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ഞാൻ നേടിയെടുത്ത സ്കില്ലാണ്, എൻ്റെ എക്സ്പീരിയൻസാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ, നിങ്ങളായിരിക്കുന്ന പ്രൊഫഷനിൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങളൊക്കെ എക്സ്പേർട്ട് അല്ലേ? അത് ഒരു ദിവസം കൊണ്ട് കിട്ടിയതാണോ? അല്ല. നമ്മുടെ പ്രാക്ടീസും ഉണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഡേ ബൈ ഡേ നമ്മൾ ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുത്തത്. അതേപോലെ നമ്മുടെ കോൺഫിഡൻസും നമ്മളൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളത് ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ ഗോൾസിൽ നമ്മളെ ആരും സഹായിക്കാനുണ്ടാകില്ല. നമുക്കൊരു സെൽഫിഷ്നെസ് ഉണ്ടാകണം, എനിക്കത് നേടിയെടുത്തേ പറ്റൂ, അതെൻ്റെ ആവശ്യമാണ്, ഞാൻ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് സക്സസ് ആകാൻ പറ്റൂ എന്നുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുവാൻ തയ്യാറാകുക. ലേണിങ്, നമ്മുടെ ഗോൾസ് നമുക്ക് സക്സസ് ആകുവാൻ വേണ്ടി എത്രമാത്രം നമുക്ക് എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ എഫേർട്ട് ഇടുക. നമ്മൾ കേട്ടിട്ടില്ലേ, പ്രാക്ടീസ് മേക്ക് ആസ് പെർഫെക്റ്റ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ബെറ്റർ ആകാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ്സിലെത്താൻ പറ്റും, അതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമതായി നമ്മുടെ മൈൻഡിനെ നമ്മൾ റീഫ്രെയിം ചെയ്യുക. നമ്മുടെ മനസ്സിനോട് നമ്മളാണ് പറയേണ്ടത്, നിന്നെക്കൊണ്ട് പറ്റും, ഐ എം കോൺഫിഡൻറ്റ്, ഐ ക്യാൻ ഡു. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒന്ന് പ്രിപ്പയർ ആകും, നമ്മുടെ ബ്രെയിൻ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. നാലാമതായിട്ട് നമ്മുടെ ഗോൾസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ ഫോക്കസ് ഡിസ്ട്രാക്റ്റ് ആയി പോകാൻ പാടില്ല. നമ്മുടെ ഫോക്കസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ കറേജിയസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സക്സസ്സിൽ എത്തുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. ആരും നമ്മുടെ കൂടെ ഇല്ല എങ്കിലും നമ്മൾ മുമ്പോട്ടുള്ള യാത്ര നമ്മൾ തനിയെ ആണെങ്കിലും നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ കറേജ്, നമ്മുടെ ഫോക്കസ് അത് നേരെയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ആ എഫേർട്ടിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഈ ദിവസങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് സേഫായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും take care. Bye. God bless you.